ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇപ്പോൾ എല്ലാവർക്കും നല്ല ചൂടല്ലേ, എല്ലാവർക്കും നല്ല ചൂടാണ്. അപ്പോൾ ഇവിടെയും ചൂടാണ്. അപ്പോൾ ഞങ്ങൾ ചെറുപഴം കൊണ്ട് ഒരു പാലൊക്കെ ഒഴിച്ചിട്ടേ ഒരു സാധനം ഉണ്ടാക്കി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ കുറച്ച് വാടിയിട്ടുണ്ട് കേട്ടോ. കാരണം നല്ല മൂത്ത ചെറുപഴം നല്ല വീട്ടിൽ പൊട്ടി വീണ തന്നെയാണ്. അത് കുറച്ച് പഴുത്തിട്ടുണ്ട്. പിന്നെ വേറൊരു പഴം ഉണ്ടായിരുന്നു. ആ പഴം ഞങ്ങളുടെ വീട്ടിൽ തൊട്ടടുത്തൊരു ഏട്ടൻ തന്നതാണ്. അതുകൊണ്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് പഴുത്തുണ്ട്. അത് വീട്ടിൽ പൊട്ടി വീണതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അത് കഴിച്ച് നോക്കുമ്പോൾ നല്ല മധുരമുണ്ട്. എന്തായാലും അധികം മൂത്തിട്ടില്ലെങ്കിലും കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്, നല്ല മധുരമുണ്ട് കേട്ടോ. അപ്പോൾ ആ പഴം കൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഉണ്ടാക്കാൻ പോണത്. പിന്നെ അപ്പോൾ ഷോപ്പിൽ വന്നിട്ടാണ് ഇവിടെ അടിക്കലും തുടക്കലൊക്കെ ഉള്ള പണിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിജയേട്ടനൊരു പണി കൊടുത്തിട്ടുണ്ട്. ഒരു പണി കൊടുക്കുക പറഞ്ഞാൽ അങ്ങനെയല്ല കേട്ടോ, ഒന്നും വിചാരിക്കരുത്. വിജയനോട് ഞാൻ പറഞ്ഞാൽ പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ടോ ചോദിച്ചത്. വിജയേട്ട അതിന് കുറച്ചൊക്കെ എടുത്തിട്ട്, പക്ഷെ 100 ചോദ്യം ചോദിക്കട്ടോ വിജയേട്ടൻ. ഇത് മുഴുവൻ എടുക്കണോ, അതേപോലെ നുറുക്കണോ, പാല് കാച്ചണോ എന്നൊക്കെ ചോദിക്കും. പക്ഷെ എന്നാലും വേണ്ടില്ല, നമ്മൾ സഹായിക്കുമ്പോൾ എന്തായാലും അതൊക്കെ പറഞ്ഞു കൊടുക്കും. അതിനിടയിൽ വിജയേട്ടൻ അതൊക്കെ നുറുക്കാതെ തന്നെ മിക്സിയിലൊക്കെ അടിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കടയിൽ നിന്ന് ഒരു 2 ബൂസ്റ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതും അതിലിട്ടുണ്ട്. അങ്ങനെ വിജയേട്ടൻ തന്നെ നന്നായിട്ട് അത് ഇളക്കി. അപ്പോഴേക്കും എൻ്റെ അടിക്കലും തുടക്കലും കഴിഞ്ഞു. അതാണ് ഒരാൾ സഹായത്തിനുണ്ടെങ്കിൽ നമുക്ക് ഒരു പണി കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ പാലൊക്കെ ഒഴിച്ചിട്ട് സൂപ്പറാണ് കേട്ടോ. പഴം വാടിപ്പഴുത്ത പഴം തോന്നില്ല കേട്ടോ. കാരണം അത് മധുരം കട്ടയിടുന്നു, അത്രയും മധുരമായിരുന്നു. എന്നിട്ട് പാലൊക്കെ ഒഴിച്ച് പിന്നെ 2 ബൂസ്റ്റൊക്കെ ഇട്ടിട്ട്, ചൂടല്ലേ, ചോറൊന്നുമില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഞാൻ രണ്ടാമതും ഞാനാണ് മിക്സിയിലൊക്കെ ഒന്ന് അടിച്ചത് കേട്ടോ. ഒന്നും കൂടിയും പാല് കുറച്ചും കൂടി ഒഴിച്ചിട്ട് മിക്സിയിലടിച്ചു. ഇത് വലിയ ചിലവൊന്നുമില്ല, ചായ ഉണ്ടാക്കിയില്ല. ചായക്ക് പകരമുള്ള പാലൊക്കെ എടുത്തിട്ടാണ് നമ്മൾ ഈ പണി ചെയ്യുന്നത്. അതേപോലെ എൻ്റെ യൂട്യൂബ് ചാനൽ കമൻറ്റ് ചെയ്ത എല്ലാവർക്കും നന്ദി. ആകെ 8 10 പേരാണെങ്കിലും അത് ഞാൻ ഒരുപാട് വട്ടം വായിക്കുന്നുണ്ട്. പേരും ആൾക്കാരൊന്നും അറിയില്ല, എങ്കിലും എല്ലാവർക്കും നന്ദിയുണ്ട്. അതേപോലെ ലൈക്ക് ചെയ്ത, അതേപോലെ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കണ്ട എല്ലാവർക്കും നന്ദിയുണ്ട്. അങ്ങനെ ഫ്രിഡ്ജിൽ ഐസും കട്ട ഉണ്ടായിരുന്നു കേട്ടോ. ഐസും കട്ട തണുപ്പുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഐസും കട്ട, വലിയ ഐസും കട്ട അതിലാണ് ഇട്ടു. എന്നിട്ടൊരു 10-20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഐസും കട്ട മെല്ലെ എടുത്തു കേട്ടോ. അപ്പോൾ അത് പഴം ഇതൊന്നും ആരും ചെയ്ത് നോക്കുമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ ചെയ്യണ ഒരു ഇതാണ്. അങ്ങനെ അത് നല്ല തണുപ്പും വന്നു, വേഗം കുടിക്കാനും പറ്റി കേട്ടോ. അപ്പോഴേക്കും ചോറുണ്ടായിരുന്നില്ല. അപ്പോൾ കൂട്ടാനൊക്കെ വെക്കണം. അതിന് പകരം വേണ്ടിയിട്ട് ഞാൻ വേഗം ഗോതമ്പ് പൊടി, അതേപോലെ കുറച്ച് മൈദ ഉണ്ടായിരുന്നു, 2ഉം കൂടി നന്നായിട്ട് അങ്ങോട്ട് കുഴച്ച് റെഡിയാക്കി വെച്ചിട്ട് ഒരു 10-20 മിനിറ്റ് ഞാൻ കുഴച്ച് വെച്ചു കേട്ടോ. നന്നായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കേട്ടോ. വെളിച്ചെണ്ണ ഓയിൽ എന്തായാലും കുഴപ്പമില്ല. ഞാൻ കുറച്ച് ഉപ്പും വെളിച്ചെണ്ണയും ലേശം മൈദയും ഗോതമ്പ് പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ചു. ഇനി അതിൽ കറി പ്രത്യേകിച്ചൊന്നുമില്ല, വെറുതെ സവാളയൊക്കെ വാട്ട് തന്നെ ചെയ്യണത്, തക്കാളി കൂടി ഇട്ട് വാട്ട് ചെയ്യണത്. ഇപ്പോൾ വീട്ടിൽ 3 ആളാണുള്ളത്. അച്ഛനും ഞാനും വിജയേട്ടൻ മാത്രമേ ഉള്ളൂ. മോന് ചെറിയൊരു വർക്കുണ്ട്, അവ അതിന് പോയിട്ടുണ്ട്. അതേപോലെ അമ്മ ഇവിടെ ഇല്ല, അമ്മ പണിസ്ഥലത്തേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ 3 പേർക്കാണ്. അപ്പോൾ ഞാൻ 3 ഗ്ലാസ്സൊക്കെ എടുത്ത് 3 ആൾക്കും വിളമ്പി. ആദ്യം ഇത് കൊടുത്തിട്ട് പിന്നെ ചപ്പാത്തിയും കറി ഉണ്ടാക്കിയാൽ മതില്ല. അപ്പോഴേക്കും അവരുടെ വിശപ്പ് മാറട്ടെ, ഞാൻ അവർക്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാവുന്ന പോലൊരു കമൻറ്റൊക്കെ ചെയ്യാം കേട്ടോ. ലൈക്കും ചെയ്യണം. 2 ദിവസം വീഡിയോ ഇടാൻ മടിയായിരുന്നു കേട്ടോ. കാരണം എന്താ ഇടാമെന്നറിയില്ല, എന്തൊക്കെ ഇടാമെന്നറിയില്ല. അത് കാരണം ഒരു ഭയങ്കര മടി പിടിച്ചു. പിന്നെ എല്ലാവർക്കും ഇഷ്ടമാവുണ്ടോയെന്ന് എനിക്കറിയില്ല. ആകെ 8-10 പേരാണ് കമൻറ്റ് ചെയ്യാനുള്ളൂ. ആൾക്കാരൊക്കെ കാണുന്നുണ്ട്, എന്നാലും സമയമില്ലാത്ത ആയിരിക്കാം. അങ്ങനെ ഞാൻ അച്ഛനും വിജയേട്ടനും ആദ്യം കൊണ്ടുകൊടുത്തു. പിന്നെ ഞാനും കഴിക്കാൻ നോക്കിയിട്ടോ.
അപ്പോഴും ചപ്പാത്തിയൊക്കെ ഞാൻ നന്നായിട്ട് വലിയ ഉരുളയാക്കി, നല്ല വലിപ്പമുള്ളതൊന്നുമല്ല, അത്യാവശ്യം ക്യാമറയിൽ കാണുമ്പോൾ വലിയ ഉരുളയായിട്ടാണ് കാണുന്നത്. പക്ഷേ അധികം വലിപ്പമൊന്നുമില്ല. അങ്ങനെ ഞാൻ കുറച്ച് കനത്തിൽ ഇത് കാണുമ്പോൾ എനിക്ക് നമ്മുടെ ആടുജീവിതം എന്ന സിനിമയിലത്തെ ഒരു അത് കഴിക്കണ്ടല്ലോ, കണ്ട ആൾക്കാർക്ക് അറിയാട്ടോ, അത് കഴിക്കണ ഒരു സാധനമുണ്ട്, ഇങ്ങനെ പൊട്ടിച്ചിട്ട് കഴിക്കണത്, ചപ്പാത്തി കനത്തിലുണ്ടാക്കിയിട്ട് അത് തീയിൽ ചുട്ടിട്ട് കഴിക്കണതാണത്. തീയിലൊക്കെ നമ്മൾ തീയിലെന്നല്ല കേട്ടോ, നമുക്ക് പിന്നെ അങ്ങനത്തെ അനുഭവം ഇല്ലെങ്കിലും നമുക്ക് ആ സിനിമ കണ്ടപ്പോൾ ഒരു അനുഭവം പോലെ തോന്നി. അങ്ങനെ തീ ചുട്ടിട്ടായാലും നമ്മൾ വിശപ്പുണ്ടെങ്കിൽ ഒക്കെ കഴിക്കും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അധികം വെളിച്ചെണ്ണ ഒന്നും പരട്ടില്ല, കാരണം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ പിന്നെ അധികം അച്ഛനും സുഖമില്ലാത്ത ആളായതുകൊണ്ട്, വയ്യാത്ത ആളായതുകൊണ്ട് തോറെ എണ്ണയൊന്നും ഒഴിച്ചില്ല. അത് അത്യാവശ്യം വെള്ളം ഒന്ന് ചുട്ടെടുത്തു. അങ്ങനെ കുറേ ഒന്നും ഉണ്ടാക്കിയില്ല, ഒരു 8-10 ഉണ്ടാക്കി. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ, കുഞ്ഞു വിശേഷങ്ങളൊക്കെ. ഇനിയിപ്പോൾ ഇതിലേക്ക് കറി പ്രത്യേകിച്ച് ഇപ്പോൾ ഉണ്ടാക്കൊന്നുമില്ല, കാരണം സമയം ഇപ്പോൾ 8:45 9 മണിയൊക്കെ കഴിഞ്ഞു. ഇനിയൊരു കട്ടൻ ചായ ഉണ്ടാക്കണം. എന്തായാലും പഴം ജ്യൂസ് കുടിച്ച കാരണം അധികം ആർക്കും വിശപ്പൊന്നുമില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു 2 ചപ്പാത്തി കഴിച്ച ഇന്നത്തെ എല്ലാവരുടെയും വിശപ്പ് മാറി. അങ്ങനെയൊക്കെ തന്നെയല്ലേ നമ്മുടെ ജീവിതം. എല്ലാവരുടെ ജീവിതമല്ല, ചില ജീവിതങ്ങളൊക്കെ അങ്ങനെയാണ്. നമുക്ക് വിശപ്പിന് എന്തെങ്കിലും കഴിക്കണം തന്നെ ഉള്ളൂ. അങ്ങനെ ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, അതേപോലെ പുതിനയിലൊക്കെ ഉണ്ടായിരുന്നു, മല്ലിയിലൊക്കെ ഉണ്ടായിരുന്നു ലേശം. അതൊക്കെ കൂടിയിട്ട് കുറച്ച് ചാറോട് കൂടി ലേശം ഉണ്ടാക്കി. അധികം ഉണ്ടായി രാവിലെ ഞാനും കൂട്ടില്ല, കാരണം രാവിലെ ഞാൻ ഷോപ്പിൽ പോവും, വിജയേട്ടൻ പണിക്ക് പോവും, അച്ഛനാണെങ്കിലും കൂട്ടില്ല. അത് കുറച്ചുണ്ടാക്കിയിട്ട് അവിടെ വെച്ചു. അപ്പോൾ എൻ്റെ വീഡിയോ കൂട്ടുകാരെ അവസാനിക്കാറായി. നാളെ വോട്ടെടുപ്പാണ്. അപ്പോൾ ഞാൻ വോട്ട് ചെയ്യാൻ പോകണം. ആർക്കാ ചെയ്യണമെന്നും പറയില്ല കേട്ടോ, ഒന്നും പറയാൻ പാടില്ല. അങ്ങനെ ചപ്പാത്തി കറിയൊക്കെ റെഡി ആയിട്ടോ. സമയം 9:15. ഇനി ഇതൊക്കെ കൊടുത്ത് ഭക്ഷണം കഴിച്ച് പോട്ടെ. അപ്പോൾ ഇനി നാളത്തെ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം കേട്ടോ. ഓക്കെ, ബായ് കൂട്ടുകാരെ.